കോന്നി മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായി. ICUവിന് സമീപത്താണ് അഗ്നിബാധ. രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു. എവിടെ കിടക്കും? അതുകൊണ്ട് ഇനി ഗവൺമെന്റ് ഹോസ്പിറ്റല് അകത്ത് നല്ലപോലെ പോയാണ്. ഇതിന് തീരുമാനം ഉണ്ടാക്കി പാവപ്പെട്ട ജനങ്ങളെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കൊണ്ടുപോകുന്നത് അവരുടെ ജീവന് വിലയില്ലാതെ മുഴുവൻ തീ വ്യാപിച്ച് കിടക്കുക. ഞങ്ങളുടെ ഒരു കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്തിട്ടേക്കോ, ഞങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങി കിട്ടണം ഞങ്ങളുടെ കൊച്ചിനെ. അത് ഇവരുടെ ഇതുകൊണ്ടാണ് ഇവരുടെ ഉത്തരവാദിത്തക്കുറവ് കൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചേക്കുന്നത്, അല്ല ഒന്നുമല്ല. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ, ഇത് എപ്പോഴാണ്, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അവിടെ വലിയ പ്രതിഷേധവും രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടല്ലോ. സ്മിത, ഏറ്റവും ആദ്യം പറയേണ്ടത്, ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കോന്നി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴില്ല. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മാത്രമാണ് ഒരു ആശങ്കയുണ്ടായിട്ടുള്ളത്. അതിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇത് കോന്നി മെഡിക്കൽ കോളേജിന്റെ ജനറേറ്റർ പ്രവർത്തിക്കുന്ന റൂമിനോട് ചേർന്നാണ് തീപിടുത്തമുണ്ടായത്. അവിടുന്ന് തീപിടുത്തമുണ്ടായതിന് പിന്നാലെ ഈ പുക മറ്റ് ICUവിലേക്കും മറ്റ് രോഗികളെ കിടത്തിയിരിക്കുന്ന റൂമുകളിലേക്കും അടക്കം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്നാണ് രോഗികൾ വലിയ തരത്തിൽ ഭയപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കോന്നി ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റും പത്തനംതിട്ടയിൽ നിന്ന് മറ്റൊരു ഫയർഫോഴ്സ് യൂണിറ്റും എത്തി ഇപ്പോൾ തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ച മുതൽ കോന്നി മെഡിക്കൽ കോളേജിൽ കറണ്ട് ഇല്ലായിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരം ജനറേറ്ററാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ജനറേറ്ററിൽ നിന്ന് തീപിടുത്തം ഉണ്ടായതാണ് ഇത്തരത്തിലൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയത്. എന്തായാലും ഇതിപ്പോൾ തീ പൂർണ്ണമായിട്ട് അണയ്ക്കുകയും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിജോ, ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും ICUവിന് സമീപത്താണ് തീപിടുത്തം ഉണ്ടായത്. സ്വാഭാവികമായും രോഗികൾക്ക്, അതുപോലെ എല്ലാ അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാനോ മറ്റോ കഴിഞ്ഞു എന്നും വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിറയെ പുകയൊക്കെ വരുമ്പോൾ ആശങ്കയുണ്ടാവും, ഭയമുണ്ടാവും. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ എന്ത് നടപടി ഉണ്ടാകുന്നു? പൂർണ്ണമായും തീ അണച്ചോ? ഇനിയിപ്പോൾ അവിടെ നിന്ന് രോഗികളെ മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണോ? സ്മിത, അങ്ങനെ തന്നെയാണ്. അതായത് രോഗികൾക്ക് ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യമേ പറയുകയും ചെയ്തിരുന്നല്ലോ, അതായത് ഈ പുക വലിയ തരത്തിൽ മുകളിലേക്ക് ഉയരുന്നത് കണ്ട് രോഗികൾ വലിയ തരത്തിൽ ഭയപ്പെട്ടിരുന്നു. ICUവിലടക്കമുള്ള രോഗികൾ വലിയ തരത്തിൽ ഭയപ്പെട്ടതോടുകൂടിയാണ് ആശുപത്രിയിലെ ജീവനക്കാരടക്കം വലിയ തരത്തിൽ സമയബന്ധിതമായി തന്നെ ഇടപെടുകയും രോഗികളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോന്നി മെഡിക്കൽ കോളേജിലെ ഫെസിലിറ്റി മെയിൻ്റനൻസ് വിഭാഗം സമയബന്ധിതമായി തന്നെ ഇതിനകത്ത് ഇടപെട്ടു. അതായത് ജനറേറ്റർ റൂമിനകത്ത് ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. ആ സമയം അറിഞ്ഞ ഉടൻ തന്നെ ഫെസിലിറ്റി മെയിൻ്റനൻസ് വിഭാഗം സമയബന്ധിതമായി തന്നെ ഇടപെടുകയാണ് ചെയ്തത്. അതോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് തന്നെ 3 യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഈ തീ പൂർണ്ണമായിട്ട് അണച്ചു. അത് മാത്രമല്ല, ഒരുപക്ഷെ കോന്നി മെഡിക്കൽ കോളേജിലാണ് തീപിടുത്തമുണ്ടായത്. തീ ഇപ്പോൾ പൂർണ്ണമായും അണച്ചു. ICUവിന് സമീപത്താണ് അഗ്നിബാധയുണ്ടായത്. രോഗികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.